റിവോൾട്ട് ഓഫ് 1857 കുറിച്ചാണ്. ഇത് വന്നിട്ട് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നും പറയും. അപ്പോൾ ഡിസ്ക്രൈബ് അബൌട്ട് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് ചോദിച്ചാലും ദ റിവോൾട്ട് ഓഫ് 1857 എന്ന് ചോദിച്ചാലും സെയിം ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. The revolt of 1857 was the conscious beginning of the independence struggle against the colonial tyranny of the British. ഇപ്പോൾ ഒരു ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? The revolt of 1857 was the conscious beginning. അപ്പോൾ ഒരു ലക്ഷ്യം വെച്ചൊരു തുടക്കമാണ് എന്തിന്റെ? ഓഫ് ദ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. ഇൻഡിപെൻഡൻസിന് വേണ്ടി സ്ട്രഗിൾ. ആർക്കെതിരെ? എഗെയിൻസ്റ്റ് ദ കൊളോണിയൽ ടൈറണി ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് റൂളിന്റെ ഒരു ആധിപത്യം. അത് മാത്രമല്ല, ടൈറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദേശദ്രോഹം എന്നാണ്. വൺ ഹു ഈസ് എ ടൈറന്റ് ഈസ് നോൺ ആസ് ദേശദ്രോഹി എന്ന് പറയും. അപ്പൊ ടൈറണി എന്ന് ഉദ്ദേശിക്കുന്നത് they were not here for a good purpose. They looted India much. അപ്പോ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യനെ കൂടുതൽ കൊള്ളയടിക്കുക എന്ന് മാത്രമല്ല കോളനിയാക്കി മാറ്റുക. കൊളോണിയൽ ടൈറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കോളനിയാക്കി മാറ്റിയതാണ് ഇന്ത്യനെ. ഇങ്ങനൊരു കണ്ടീഷനിന്ന് ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻസ് സ്വയം രക്ഷപ്പെടണം, കൺട്രീനെ രക്ഷിക്കണം എന്ന് കോൺഷ്യസ് ആയിട്ട് തുടങ്ങിയതാണ് റിവോൾട്ട് ഓഫ് 1857. There are various names for the revolt of 1857. പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. That is India's first war of independence, Sepoy mutiny, etc. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് തന്നെയാണ് 1857 റിവോൾട്ട് എന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഇനിയൊരു പേരിൽ അറിയപ്പെടുന്നത് സെപ്പോയ് മ്യൂട്ടിനി. ദാറ്റ് ഇസ് മോർ വൈഡ്ലി നോൺ. കൂടുതൽ വൈഡ്ലി അറിയപ്പെടുന്നത് സെപ്പോയ് മ്യൂട്ടിനി എന്നാണ്. അതായത് സാധാരണ ഒരു സോൾജേഴ്സ്, സാധാരണ ഒരു ചെറിയ നാട്ടിലത്തെ ഒരു ചെറിയൊരു വിഭാഗം മാത്രം, സാധാരണക്കാരായ സോൾജേഴ്സിന്റെ ഒരു യുദ്ധം എന്ന് വേണം പറയാൻ. അപ്പോ ഡിസ്ക്രൈബ് സെപ്പോയ് മ്യൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിവോൾട്ട് ഓഫ് 1857. The revolt began on May 10, 1857 at Meerut as a Sepoy mutiny. അപ്പോ എവിടെയാണ് തുടക്കം? മീററ്റ് എന്നുള്ള സ്ഥലത്താണ്. എന്നാണ്? ദാറ്റ് ഇസ് ഓൺ May 10, 1857. അപ്പോ എന്നാണെന്ന് വ്യക്തമായി ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് 10-ാം തീയതിയാണ്. It was initiated by sepoys in the Bengal presidency against the British officers. ഇതിന്റെ ഒരു തുടക്കം who took the initiative എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is the sepoys. ആ ഒരു സോൾജേഴ്സ് തന്നെയാണ്, ആ ലോക്കൽ സോൾജേഴ്സ് തന്നെയാണ് ഇതിന്റെ ഒരു തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെതിരെ ഒരു തുടക്കം കുറിച്ചത് ഇവർ തന്നെയാണ്, സെപ്പോയ്സ്. The War of Independence marked the end of rule by British East India Company. ഇപ്പോ ഈ വാർ കൊണ്ട് എന്താ നേട്ടം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത് അവസാനിച്ചു. Post this, India was directly ruled by the British government through representatives known as Governor General. ഇതിന്റെ ഒരു മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ ഇതിനെ വന്നിട്ട് ഈ ഒരു റിവോൾട്ട് വന്നിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് 1600 തുടങ്ങിയത്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ആ ഒരു കമ്പനി വന്നിട്ട് ഒരു അവസാനത്തിലെത്തി. ബിക്കോസ് ദേ കുഡിന്റ് ഡയറക്ട്ലി കൺട്രോൾ. ഇനി അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇടപെട്ടു. അതിനുശേഷം തന്നെ ഈ
ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് റൂൾ ചെയ്തതിന് ശേഷം തന്നെ അറിയപ്പെട്ട ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞത് ഗവർണർ ജനറൽ. അതിനുശേഷമാണ് ഗവർണർ ജനറലിൽ നിന്നൊരു വ്യക്തി വന്നിട്ട് റൂൾ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇതിന്റെ കോസസും കോഴ്സസും then comes the result. ഈ 3 കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് തന്നെയാണ് 1857 റിവോൾട്ട് എന്ന് തുടക്കം മാത്രമാണ് നമ്മുടെ ഈ ചെറിയ ടോപ്പിക്കിൽ കൊടുത്തത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്.